back to Recipe Kitchen. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു നാടൻ മട്ടൻ മരുന്ന് വെപ്പ് കറിയാണ് പരീക്ഷിച്ചത്. കുറേ പേരൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കി, നല്ല കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയും ട്രൈ ചെയ്ത് നോക്കാത്തവർ അത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നും നമ്മളൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ നാടൻ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഒരു നൊസ്റ്റാൾജിയ. നമ്മൾ കേരളത്തിൽ നിന്ന് 2 ദിവസം 3 ദിവസം നമ്മൾ ടൂർ പോവുക, അല്ലെങ്കിൽ നമ്മൾ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ അവിടുത്തെ രുചികളൊക്കെ ഒന്ന് പരീക്ഷിക്കും. അത് കഴിയുമ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് പതുക്കെ നാടൻ ഭക്ഷണം എവിടെയാണ് കിട്ടുക എന്ന് അന്വേഷിച്ച് നടക്കും. പ്രത്യേകിച്ച് നമ്മുടെ പുട്ട്, അതുപോലെ ദോശ, ഇഡലി, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കും എവിടെയാണ് കിട്ടാന്ന്. ഒന്നുമില്ലെങ്കിൽ നാടൻ സദ്യ എവിടെയാണ് കിട്ടാന്ന് നമ്മൾ കണ്ടുപിടിച്ച് അത് കഴിക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പുട്ടും അതിന് പറ്റിയൊരു കോമ്പിനേഷൻ കറിയാണ്. അതായത് കപ്പ കൊണ്ടൊരു പുട്ടും അതിന് പറ്റിയ ഒരു ബോട്ടി കറി. ഇപ്പൊ കപ്പ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല കോമ്പിനേഷൻസ് ഓർമ്മ വരാം. കപ്പ മത്തിക്കറി, തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ കൊള്ളിയും ചാളക്കറി, അതുപോലെ കപ്പ ബിരിയാണി, കപ്പ ബോട്ടിക്കറി. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് കപ്പ കൊണ്ടൊരു പുട്ടും ബോട്ടി കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ഇതുവരെ ലിസ്ബി കിച്ചൺ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോകാം. കപ്പയും ബോട്ടി കറി ഉണ്ടാക്കാനുള്ള ഇതാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് 2 സൈഡ് ബൈ സൈഡ് ആയിട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടി നമുക്ക് വേവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടി വേവിക്കാനിടാം. ഞാൻ ഇവിടെ ബോട്ടി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉപ്പൊക്കെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളിയും ഇഞ്ചി പച്ചമുളക്, നമ്മൾ സാധാരണ ഇറച്ചി വേവിക്കുന്ന പോലെ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് ഇടിച്ച് ചതച്ച് അതിൽ ഇടണം. പിന്നെ കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാം. ഇതിലിട്ട് ചതയ്ക്കണം, ചതച്ചിട്ടിടാം. അത് മിക്സിയിലാണെങ്കിൽ മിക്സിയിൽ ക്രഷ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഈ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ചത് ഇതിലിട്ടു. പിന്നെ അതിൽ കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിലിടാം. പിന്നെ സ്വല്പം കൂടി ഉപ്പിടുന്നു. നേരത്തെ ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഒരു ഇത്തിരിയും കൂടി ഉപ്പ് വേണം, അപ്പോൾ അതും കൂടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ആദ്യം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരു 1/2-3/4 മണിക്കൂർ തീ കുറച്ച് വേഗം വെക്കണം, എന്നാലേ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ ബോട്ടി അവിടെ ഇരുന്ന് വേവട്ടെ, അത് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമുക്ക് കപ്പ എങ്ങനെയാണ് പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ, കപ്പ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നാളികേരം. ഇത് നമുക്ക് കൂടുതൽ നാളികേരം ആവശ്യമുള്ളവർക്ക് അതുപോലെ ഉപയോഗിക്കാം, കുറച്ച് വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ കപ്പ നമുക്ക് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കണ പോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അത് കപ്പ നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചു.
ഇനി കപ്പയിൽ കുറച്ച് കട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഒന്നുമില്ല ഇങ്ങനെ നന്നായി ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നന്നായി വെള്ളമൊഴിച്ച് 2-3 പ്രാവശ്യം കഴുകി നന്നായി പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ നന്നായി കഴുകി നന്നായി സ്ക്വീസ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ട് നന്നായി ഒന്ന് കുഴയ്ക്കണം. വെള്ളമൊന്നും ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകി വെച്ചപ്പോൾ തന്നെ ചെറിയൊരു നനവൊക്കെ ഉണ്ട് അതിൽ. അപ്പം ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പുട്ട് നനയ്ക്കണ പോലെ തന്നെ ഇതോടെ ഇരിക്കട്ടെ. നമുക്ക് കുക്കറിൽ വെള്ളം വെച്ച് ആവി വെച്ച് നമ്മൾ കുക്കറിൽ വെള്ളം വെച്ച് കുക്കറിലാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. ആവി വരട്ടെ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഒരു മുളം കുറ്റിയാണ് എടുത്തത്. നമ്മൾ സാധാരണ പുട്ടിന് നാളികേരിടുന്ന പോലെ ആദ്യം അച്ചിട്ടു, അതിനെ നാളികേരിടുന്നു. പിന്നെ കപ്പ ഗ്രേറ്റ് ചെയ്തത്, ഞാൻ ആദ്യം നാളികേരം ഞാൻ 2 പീസായിട്ട് ഉണ്ടാക്കണേ. ആദ്യം കപ്പ, ഇവിടെ ആവി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ കുറ്റി അതിന്മേൽ കയറ്റി വയ്ക്കാം. ഇത് വേകാൻ ഏകദേശം ഒരു 5-8 മിനിറ്റ്. അതായത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടല്ലേ ഇട്ടാക്കണം. അപ്പോൾ കുറച്ചൊരു ടൈം കുറവ് മതി. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇങ്ങനെ നന്നായി ആവിയൊക്കെ വന്നു. കപ്പ വേകണം, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിത് എടുക്കാം. ബോട്ടി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ബോട്ടി റോസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി, വേപ്പില, കുരുമുളക് പൊടി, ചതച്ച മുളക്, മല്ലിപ്പൊടി, ഇത്തിരി ഗരം മസാല പൊടി, അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലും വേണം. ആദ്യം തന്നെ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചതച്ച് കഴിഞ്ഞു. സ്റ്റവ് കത്തിക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിലായാലും മതി. ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി നമുക്കതിലേക്ക് ഉള്ളി ഇടാം. അത് മൊരിയണം. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മൊരിഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു.
സിമ്മിൽ വെക്കുക. എന്നിട്ട് ചതച്ച മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ. നമ്മൾ ആ ബോട്ടി വേവിക്കുന്നതിൽ കുറച്ച് മുളക് ഇട്ടുണ്ട്, അപ്പം അത് കാരണം ഒരു 1.5 ടീസ്പൂൺ മതിയാവും. അതുപോലെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ വെന്ത ബോട്ടി ഇതിലേക്ക് ഇടാം. തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് വലിച്ചെടുക്കണം. അപ്പം എല്ലാം കൂടി കൂടി ചേർന്ന് നല്ല ടേസ്റ്റായി കിട്ടും. ഇപ്പം അത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം, പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ കപ്പപ്പുട്ടും ബോട്ടിക്കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമന്റ്സ് അറിയിക്കണം. ഞാനിപ്പോ ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.